നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ടിപ്സ് എന്ന് പറയുന്നത് ഒത്തിരി ആൾക്കാർ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ടോയ്ലറ്റിൻ്റെ റെമഡിയെക്കുറിച്ചാണ്. അതായത് കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്, അതിനെന്തൊക്കെയാണ് ദോഷങ്ങളുള്ളത്, അതെങ്ങനെ അതിൻ്റെ റെമഡി ചെയ്യാം. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ കോണുകളിലും ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്നുള്ളത് അതിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനെക്കുറിച്ച് ഇന്ന് വിശദമായിട്ട് പറഞ്ഞുതരാം. ഞാൻ ഡോക്ടർ ഷാജി കെ നായർ, സൂര്യദേവ് മഠ കുബേരാശ്രമം മഠാധിപതിയും തേജസ് ഫെങ്ഷു ഡയറക്ടറുമാണ്. വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നവരുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് എനിക്ക് വാട്സാപ്പ് ചെയ്യും. കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. നിങ്ങളുടെ വീട് വന്ന് നോക്കി പ്രശ്നപരിഹാരം ചെയ്തു തരാം. നമുക്ക് വിഷയത്തിലൂടെ കിടക്കാം. നിങ്ങളുടെ നാളെയും മറ്റന്നാളും 2025 മാർച്ച് മാസം 9-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, കുംഭം 25-ാം തീയതി ഞായറാഴ്ചയാണ് നാളെ. നാളത്തെ സൂര്യോദയം രാവിലെ 6:35 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം 4:58 6:27 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:08 12:30 മധ്യയാണ്. മുഹൂർത്തം 12:34 12:55 മധ്യയാണ്. അതേപോലെ തന്നെ യമകണ്ഠ സമയം 12:31 2 മണിക്ക് മധ്യയാണ്. ഗുളികൻ ഉദയം 3:29 4:58 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് വിശദമായിട്ട് നോക്കാം. പുണർദം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് കൃഷിപ്പണി ചെയ്യുവാനും പുതിയ ഗ്രഹനിർമ്മാണത്തിനൊക്കെ വേണ്ടിയുള്ള മണ്ണൊക്കെ ഒരുക്കുവാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. യാത്രയ്ക്കും അതേപോലെ തന്നെ ഗൃഹപ്രവേശത്തിനും വിവാഹത്തിനൊക്കെ ഒരു നല്ല ഒരു ദിവസമാണ്. ശാന്തികർമ്മങ്ങളൊക്കെ ചെയ്യുവാനും എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു ദിവസമായിട്ട് കാണുന്നുണ്ട്. വാഹനങ്ങൾ വാങ്ങുവാനും വിൽക്കുവാനും അതേപോലെ വസ്തുക്കൾ വാങ്ങുവാനും വിൽക്കുവാനൊക്കെ പറ്റിയിട്ടുള്ളൊരു ദിവസം കൂടിയാണ്. എല്ലാം കൊണ്ടും നല്ല ഒരു ദിവസമായിട്ട് ഞായറാഴ്ച നാളത്തെ ദിവസം ഒരുവിധം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. നമുക്ക് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപഞ്ച ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷമുണ്ട്. നാളെ ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അവർക്ക് അകന്നാൾ ദോഷമുണ്ട്. ആ അകന്നാൾ ദോഷമൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോകേണ്ട ദോഷങ്ങളാണ്. അല്ലെങ്കിൽ അത് പിറക്കും തലമുറകൾ അത് ഒത്തിരി ബുദ്ധിമുട്ടിക്കുവാൻ ചാൻസ് വളരെ കൂടുതലാണ്. നമുക്ക് അടുത്ത ദിവസത്തെക്കുറിച്ച് നോക്കാം. 2025 മാർച്ച് മാസം 10-ാം തീയതി, കൊല്ലവർഷം 1200-ാം ആണ്ട്, കുംഭം 26 തിങ്കളാഴ്ചയാണ്. തിങ്കളാഴ്ചത്തെ സൂര്യോദയം രാവിലെ 6:03 സൂര്യോദയം, 6:34 സൂര്യോദയം, വൈകുന്നേരം 6:29 സൂര്യാസ്തമയമാണ്. രാഹുകാലം 8:03 9:32 മധ്യയാണ്. അഭിജിത്ത് മുഹൂർത്തം 12:07 12:29 മധ്യയാണ്. മുഹൂർത്തം 12:33 12:55 മധ്യയാണ്. യമകണ്ഠ സമയം 11:01 12:30 മധ്യയാണ്. ഗുളികൻ ഉദയം 1:59 3:28 മധ്യയാണ്. ദിവസത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായിട്ട് നോക്കാം. പൂയം നക്ഷത്രമാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും ഉത്തമമായിട്ടുള്ളൊരു ദിവസമാണ്. പ്രത്യേകിച്ച് എന്തെങ്കിലും പരിഹാര ക്രിയകളൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ദിവസമാണ്. വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതായത് വാസ്തുകർമ്മങ്ങൾക്കും എല്ലാ കാര്യങ്ങളും, പുതിയ സ്ഥാപനങ്ങൾക്ക് പ്രവേശിക്കുവാനും അല്ലെങ്കിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുവാനും ഒക്കെ പറ്റിയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. കുഴപ്പമില്ല, ഒരു നല്ല ഒരു ദിവസമാണ്. നമുക്ക് അന്ന് മൃത്യുദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. പിണ്ടനൂർ ദോഷം, വസുപഞ്ച ദോഷം, കരിനാൾ ദോഷം, ബലിനക്ഷ ദോഷം, അകന്നാൾ ദോഷം എന്നിവയിൽ അകന്നാൾ ദോഷം ഈ 2 ദിവസവും, അതായത് ഞായറും തിങ്കളും ആരെങ്കിലും മരണപ്പെടുകയാണെങ്കിൽ അതിൽ അകന്നാൾ ദോഷമുണ്ട്. മാത്രമല്ല ഈ ഞായറാഴ്ചയും തിങ്കളാഴ്ചയും നമുക്ക് ഈ രാഹുകാല സമയത്ത് വീട്ടിൽ നമുക്ക് നാരങ്ങ വിളക്ക് കത്തിക്കാൻ എപ്പോഴും പറയാറുണ്ട്. ഞായറാഴ്ച വൈകുന്നേരവും തിങ്കളാഴ്ച രാവിലെയാണ് രാഹുകാല സമയം വരുന്നത്. ഈ രാഹുകാല സമയത്ത് തൊട്ടടുത്തെങ്കിലും ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൽ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രം ഉണ്ടെങ്കിൽ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ നാഗരുടെ മുന്നിൽ നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് രാഹുദോഷ പരിഹാരത്തിന് അത്യുത്തമമാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിൽ നാരങ്ങ വിളക്ക് കത്തിക്കണമെങ്കിൽ വീട് ക്ലൻസ് ചെയ്യാനും കൂടെ പറ്റിയിട്ടുള്ളതാണ്. നമുക്ക് വീടിനകത്തുള്ള എനർജി ലെവൽ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളതാണ് നാരങ്ങ വിളക്ക് കത്തിക്കുക. 1 3 5 7 9 ഇങ്ങനെ ഒറ്റ സംഖ്യയിലാണ് നാരങ്ങ വിളക്ക് കത്തിക്കേണ്ടത്. അത് ഞായറാഴ്ച കത്തിക്കുമ്പം വൈകുന്നേരം ഈ രാഹുകാല സമയത്തും തിങ്കളാഴ്ച രാവിലെ രാഹുകാല സമയത്തും കത്തിക്കാം. ഞായറാഴ്ച കത്തിക്കുമ്പോൾ വീടിന് ചുറ്റും ഒഴിയുക, വീടിൻ്റെ എല്ലാ മുറികളിലും ഒന്ന് കറങ്ങി വരിക, വീടിൻ്റെ ഉമ്മർത്ത് വയ്ക്കുക. തിങ്കളാഴ്ച രാവിലെ ആണെങ്കിൽ വീടിന് ചുറ്റും മാത്രം കാണിച്ചത് മുറിക്കകത്ത് കാണാൻ നിർബന്ധമില്ല, നമ്മുടെ വീട്ടിൽ മുന്നിൽ വയ്ക്കുക. നാരങ്ങ വിളക്ക് കത്തിക്കുമ്പോൾ ഒത്തിരി ആൾക്കാരുടെ അനുഭവങ്ങൾ പറയാറുണ്ട്. അത്രയും നല്ല ഇതാണ് നാരങ്ങ വിളക്ക് കത്തിക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ടിപ്സിലോട്ടൊന്ന് കിടക്കുകയാണ്. നമ്മുടെ വീട്ടിൽ എല്ലാ വീടുകളിലും ടോയ്ലറ്റ് വരുന്നത് വളരെ ശ്രദ്ധിച്ച് നമ്മൾ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ആ വീട്ടിലുള്ള ആൾക്കാർക്കത് എഫക്റ്റ് ചെയ്യും, നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും ടോയ്ലറ്റ് വന്നാൽ എന്താണെന്നാണ് കഴിഞ്ഞൊരു ഇതിൽ ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ റെമഡി കിഴക്ക് ഭാഗത്ത് നമുക്ക് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ വിട്ടുമാറാത്ത അസുഖങ്ങളായിരിക്കും വീട്ടിലുള്ള ആൾക്കാർക്ക്. അതായത് ആർക്കായിരുന്നു, മുതിർന്ന ആൾക്കാർക്കും കൊച്ചുകുട്ടികൾക്കും ഉൾപ്പെടെ എല്ലാവർക്കും
ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടാകും, കണ്ണിന് കാഴ്ചക്കുറവുണ്ടാകും, എല്ലാ കാര്യങ്ങളും ഒരുവിധപ്പെട്ട അസുഖങ്ങൾ നമ്മൾ എത്ര മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ പോലും അത് ഫലവത്തായി മാറില്ല. അത്രയും നെഗറ്റീവാണ് ഈ കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് വന്നാൽ ഉണ്ടാകുന്ന കാര്യം. കാരണം ഏറ്റവും കൂടുതൽ പോസിറ്റീവ് എനർജി കടന്നു വരുന്ന സ്ഥലമാണ് കിഴക്ക് ഭാഗം. അത് ബ്ലോക്കാക്കിക്കൊണ്ട് അവിടുന്ന് നെഗറ്റീവ് എനർജി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസുഖങ്ങളാണ് ഏറ്റവും കൂടുതലുണ്ടാകുന്നത്. അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികം കയ്യിൽ നിൽക്കത്തില്ല. എത്രമാത്രം നമ്മൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കഴിഞ്ഞാലും അത് നമ്മുടെ കയ്യിൽ സേവ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും. ആ സാമ്പത്തികം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കും. എപ്പോഴും നമ്മൾ എടുക്കുന്ന എഫേർട്ടിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ ഈ രണ്ട് സ്ഥലത്തും ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ ഇപ്പം ഫെങ്ഷുയി മുഖേന പറയണമെങ്കിൽ രണ്ടിടത്തെയും ധാതു ഒന്നാണ്, മരമാണ്. വലിയ മരവും ചെറിയ മരം, അങ്ങനെ മരമാണ് രണ്ടിടത്തെയും ധാതുവായിട്ട് വരുന്നത്. അപ്പം അതനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ മരം അവിടെ ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നെഗറ്റീവ് എഫക്റ്റ് ഉണ്ട്. അതിന് പകരം അവിടെ മെറ്റൽ എനർജിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൊടുക്കേണ്ടത്. അതുകൊണ്ട് 5 റോഡിൻ്റെ വിൻചയം ശ്രദ്ധിക്കുക. വിൻചയം എല്ലാം ഉപയോഗിക്കും. 6 റോഡ് 7 റോഡ് 8 റോഡൊക്കെ ഉണ്ട്. ഇതിൽ 5 പൈപ്പിൻ്റെ വിൻചയം ഉണ്ടെങ്കിൽ അത് കിഴക്ക് ഭാഗത്തെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലിടുകയോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തെ ടോയ്ലറ്റിൻ്റെ ഉള്ളിലിടുകയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ദോഷത്തെ കുറേ നമുക്ക് പരിഹരിക്കാൻ പറ്റും. കിഴക്ക് ഭാഗത്തും തെക്ക് കിഴക്ക് ഭാഗത്തും ടോയ്ലറ്റ് വന്നു കഴിഞ്ഞാൽ അസുഖങ്ങളും ഉണ്ടാവും, സാമ്പത്തിക നഷ്ടവും ഉണ്ടാവും. ഇതിന് റെമഡിയാണ് 5 റോഡിൻ്റെ 5 പൈപ്പിൻ്റെ വിൻചയം വാങ്ങിച്ചിട്ട് ടോയ്ലറ്റിൻ്റെ ഉള്ളിലിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്ക് കിട്ടും. ആ ദോഷത്തെ കുറേ മാറ്റിയെടുക്കാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടെ പറയുകയാണെങ്കിലും 2 വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരാണെന്ന് എപ്പോഴും പറയാറുണ്ട്. നമ്മൾ പടിഞ്ഞാറ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ കിഴക്ക് ഭാഗത്തോ തെക്ക് കിഴക്ക് ഭാഗത്തോ ടോയ്ലറ്റ് വന്നെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. മനസ്സിലാകുന്നത് കിഴക്ക് വിഭാഗത്തിൽപ്പെട്ടിട്ട ആളാണെങ്കിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമുക്കത് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു വീട് നോക്കുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരുടെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അതും കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷമാണ് ആ ഭാഗത്തുനിന്ന് വരുന്ന എനർജി ആർക്കൊക്കെ ദോഷകരമായി ബാധിക്കുന്നു എന്നൊക്കെ നോക്കിയതിന് ശേഷമാണ് നമ്മൾ കൃത്യമായിട്ടുള്ള റെമഡി കൊടുക്കുന്നത്. അപ്പോൾ നോർമലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ വീടിൻ്റെ കിഴക്ക് ഭാഗത്തൊരു ടോയ്ലറ്റ് ഉണ്ടെങ്കിലോ തെക്ക് കിഴക്ക് ഭാഗത്ത് ടോയ്ലറ്റ് ഉണ്ടെങ്കിലോ ഒരു 5 റോഡിൻ്റെ വിൻചയം വാങ്ങിച്ച് നിങ്ങൾ അതിനകത്ത് തൂക്കിയിടും. വളരെ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും, നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞങ്ങളിവിടെ 21-ാം തീയതി മുതൽ 21-ാം തീയതി വെള്ളിയാഴ്ച, 22 ശനിയാഴ്ച, 23 ഞായറാഴ്ച, ഈ മാസം മാർച്ച് മാസം 21, 22, 23 ദിവസം ഇതിൽ നമ്മളിവിടെ ഒരു കുബേര യോഗയുടെ ക്ലാസ് എടുക്കുന്നുണ്ട്. ഈ ക്ലാസ് എന്ന് പറയുമ്പോൾ ഈ കുബേര യോഗ എന്ന് പറയുമ്പോൾ ധനധാന്യ സമ്പൽ സമൃദ്ധി മാത്രമല്ല അതിനകത്ത് കിട്ടുന്നത്. നിങ്ങൾക്കൊരു കുട്ടിയുണ്ട്, കുട്ടിക്കൊരു അലസതയാണെങ്കിൽ പോലും ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ നല്ല ഒരു റിക്കവറി ഉണ്ടാവും കുട്ടിക്ക്. ഇതിനകത്ത് യോഗയുടെ 3 സെക്ഷൻ പഠിപ്പിക്കുന്നുണ്ട്, മെഡിറ്റേഷൻ്റെ 3 സെക്ഷൻ പഠിപ്പിക്കുന്നുണ്ട്. ഇതിനുപരിയായിട്ട് കോഡ് കട്ടിങ് പഠിപ്പിക്കുന്നുണ്ട്. മുമ്പ് ഞാനൊരു കോഡ് കട്ടിങ്ങിനെ കുറിച്ചൊരു ഇത് പറഞ്ഞായിരുന്നു. കോഡ് കട്ടിങ് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരെങ്കിലും നമ്മളുമായിട്ട് ഡിപ്പെൻഡഡ് ആണെങ്കിൽ, ഇപ്പം നമുക്കൊരു സുഹൃത്തുണ്ട്, ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട്, അതായത് ഉദാഹരണം നമ്മൾ ആരെങ്കിലും ഒരാൾ വിളിച്ചിട്ട് ചോദിക്കണം എനിക്ക് ഇന്നൊരു പ്രോബ്ലം ഉണ്ട്, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്ന് നമ്മുടെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നോർമലി എന്താ പറയുക, കുഴപ്പമില്ല സമാധാനപ്പെടും അതങ്ങ് മാറിക്കോളും എന്ന് പറയും അല്ലേ. ഈ ഒരു വാക്ക് മാത്രമേ നമ്മൾ പറയുന്നുള്ളൂ. പക്ഷേ അവിടെ വേറെ കുറേ എഫക്റ്റുകൾ അവിടെ സംഭവിക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന വാക്കിലൂടെ നമ്മൾ എത്രത്തോളം മെഡിറ്റേറ്റ് ചെയ്ത് നമ്മളെ എനർജി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ എനർജി ഒരു ഐതറി കോഡിലൂടെ അവരുടെ ശരീരത്തിലെത്തും, അവരുടെ ബോഡിയിലോട്ടെത്തും. അപ്പോൾ നമ്മൾ എത്രത്തോളം എനർജൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ എനർജി നമ്മളിൽ നിന്ന് ലോസാവും. മറ്റേ അവർക്ക് പ്രശ്നം. ഇപ്പം നമ്മളൊരാൾ വിളിച്ചു പറയണം എനിക്കിങ്ങനെ ഭയങ്കര തലവേദന, പഠിക്കാൻ പറ്റുന്നില്ല, സാരമല്ല എണീച്ചിട്ട് പഠിച്ച് നോക്കും അപ്പം മാറിക്കിട്ടും എന്ന് പറയുമ്പോൾ അവരെണീച്ച് പഠിക്കുമ്പോൾ അത് മാറും. പക്ഷേ നമ്മളിലുള്ള എനർജി അവർക്ക് പോകും. ഇത് സകലമാന ആൾക്കാർക്ക് ഉണ്ടാകുന്നൊരു വിഷയമാണിത്. നമ്മൾ അറിയാതെ നമ്മുടെ ഓറയിൽ നിന്ന് പല പല ട്യൂബുകളായിട്ട് കണക്ട് ചെയ്ത് മറ്റുള്ള ആളുടെ ശരീരത്തിൽ ഓറയിൽ കണക്റ്റഡാണ്. അപ്പോൾ നമ്മൾ എനർജൈസ് ചെയ്ത് വയ്ക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ലോസായി പോകും. അതിനെയാണ് കോഡ് കട്ടിങ് എന്ന് പറയുന്നത്. ഞാൻ മുമ്പൊരു ക്ലാസ്സിൽ വിശദമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ കോഡ് കട്ടിങ് എന്ന് പറഞ്ഞാൽ ഈ കോഡുകളെ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത്. കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ എനർജൈസ് ചെയ്ത് വയ്ക്കുന്നത് നമുക്ക് തന്നെ സേവ് ചെയ്യാൻ പറ്റും, നമ്മളിന്ന് ലോസായി പോകത്തില്ല. അപ്പോൾ ആ കോഡുകളെ കട്ട് ചെയ്യുവാനുള്ള ഇതും ക്ലാസ്സും ഇതിൻ്റെ കൂടെ കൊടുക്കുന്നുണ്ട്. കൂടാതെ അഗ്നിഹോത്രം അറിയാമല്ലോ, നമുക്ക് ചെറിയൊരു മിനിയേച്ചർ ഫോമിലുള്ള അഗ്നിഹോത്രം ഞാൻ എൻ്റെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അഗ്നിഹോത്രത്തെക്കുറിച്ച് അഗ്നിഹോത്രം ചെയ്യുവാൻ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. അഗ്നിഹോത്രം എങ്ങനെ ചെയ്യണം, ഏത് സമയം ചെയ്യണം, അഗ്നിഹോത്രം ചെയ്താൽ ഏതെല്ലാം മെഡിറ്റേഷൻ ചെയ്യണം, ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 3-ാമത്തെ ദിവസത്തെ ക്ലാസ്സിലാണ് പഞ്ചകോശ ആരാധന വരുന്നത്. പഞ്ചകോശ ആരാധനയാണ് ഏറ്റവും ടോപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഒരു മനുഷ്യന് 5 ഇതാണ് വരുന്നത്. പ്രാണമയകോശം, അതേപോലെ തന്നെ നമ്മുടെ അന്നമയകോശം വരുന്നുണ്ട്, വിജ്ഞാനമയകോശം വരുന്നുണ്ട്, അവസാനം
ആനന്ദമയ കോശം വരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ സെക്ഷൻ, ഈ 5 എണ്ണം, അതിൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ആനന്ദമയ കോശത്തിൽ എന്ത് ചെയ്യണം, വിജ്ഞാനമയ കോശത്തിൽ എന്ത് ചെയ്യണം, അന്നമയ കോശത്തിൽ എന്ത് ചെയ്യണം, ഇതിനെയൊക്കെ ഓരോന്നിനെക്കുറിച്ചും ഡീപ്പായിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. അപ്പം ഒരു കുട്ടി അലസതയും മടിയും പഠിക്കുവാനൊക്കെ അലസത കാണിക്കുന്നൊരു കുട്ടി നിൽക്കുന്നുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഒരു അലസതയും മടിയും എപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങാൻ പറ്റുന്നില്ല, എല്ലാം തടസ്സമാണെങ്കിലോ, നമുക്ക് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് A to Z ഐറ്റങ്ങൾ 3 ദിവസം കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നു. ഇവിടെ അക്കോമഡേഷൻ ഫ്രീ ആണ്, ഫുഡും അക്കോമഡേഷൻ എല്ലാം നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും ഉൾപ്പെടെയാണ് നമുക്കിവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് താല്പര്യമുള്ളവർ ഇതിനകത്ത് കൊടുത്തേക്കുന്ന നമ്പറിലോട്ടൊന്ന് വിളിച്ച് ബന്ധപ്പെടുക. ഈ ക്ലാസ് അറ്റൻഡ് 21-ാം തീയതി, 22, 23 ഈ മാർച്ച് 21, 22, 23 ദിവസങ്ങളാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ഇപ്പം തന്നെ ഒത്തിരി ബുക്കിംഗ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിച്ച് ബുക്ക് ചെയ്തോളൂ. ഇവിടെ വന്ന് താമസിക്കാൻ, നേരത്തെ പറഞ്ഞില്ല, താമസിക്കാനൊക്കെ സൗകര്യമുണ്ട്, എല്ലാ കാര്യങ്ങളും. കാരണം ഈ 3 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞ് പുറത്തോട്ട് പോകുമ്പോൾ നമ്മളൊരു പുതിയൊരു മനുഷ്യനായി പുറത്തോട്ട് പോകാൻ പറ്റും. അത്രത്തോളം പല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സിനെ കൊണ്ടാണ് ഈ ക്ലാസ് എല്ലാം എടുപ്പിക്കുന്നത്. അത്രയും പവർഫുള്ളാണ്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ. അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നത് വരയ്ക്കും നന്ദി, നമസ്കാരം.